തിരുപ്പതി ഭഗവാന്റെ താടിയിൽ പച്ചക്കറിപ്പൂരം ചാർത്തുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? ആനന്ദ ആഴ്വാർ എന്ന ആൾ ശ്രീ വെങ്കടേശ്വരന്റെ വലിയ ഭക്തനായിരുന്നു. ശ്രീ വെങ്കടേശ്വരന് സേവനം ചെയ്യുന്നതിനായി ശ്രീ രാമാനുജാചാര്യരുടെ നിർദ്ദേശപ്രകാരം ഒരു പൂന്തോട്ടം നിർമ്മിക്കാൻ അദ്ദേഹം ഗർഭിണിയായ ഭാര്യയോടൊപ്പം ഒരു കുളം കുഴിക്കാൻ തുടങ്ങി. തന്റെ ഭക്തനെ സഹായിക്കാനായി ശ്രീ വെങ്കടേശ്വരൻ ഒരു ചെറിയ ബാലന്റെ രൂപത്തിൽ വന്ന് എനിക്ക് നിങ്ങളെ സഹായിക്കാമോ എന്ന് ചോദിച്ചു. എന്നാൽ ആനന്ദ ആഴ്വാർ അത് നിരസിച്ചു. എങ്കിലും ആ ബാലൻ ആഴ്വാരിന് അറിയാതെ അദ്ദേഹത്തിന്റെ ഭാര്യയെ സഹായിച്ചു. തന്റെ ഭാര്യയെ ആ ബാലൻ സഹായിക്കുന്നത് കണ്ട ആനന്ദ ആഴ്വാരിന് വളരെയധികം കോപം വന്നു. ആനന്ദ ആഴ്വാർ ആ പണിയിൽ പുറത്തുനിന്നുള്ള ആരുടെയും ഇടപെടൽ ആഗ്രഹിച്ചിരുന്നില്ല. അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പുവടി ബാലന്റെ നേരെ എറിഞ്ഞു. ഇരുമ്പുവടി ബാലന്റെ താടിയിൽ തട്ടുകയും ചെയ്തു. ഇതുമൂലം ബാലന്റെ താടിയിൽ നിന്ന് രക്തമൊഴുകാൻ തുടങ്ങി. ആ ബാലൻ അവിടെ നിന്ന് ഓടിപ്പോയി മറഞ്ഞു. അടുത്ത ദിവസം രാവിലെ പൂജാരിമാർ ശ്രീ വെങ്കടേശ്വരന് പൂജ ചെയ്യാൻ ക്ഷേത്രനട തുറന്നപ്പോൾ അവർ ഞെട്ടിപ്പോയി. കാരണം തിരുപ്പതി ഏഴുമലയാന്റെ താടിയിൽ നിന്ന് രക്തമൊഴുകിക്കൊണ്ടിരുന്നു. അപ്പോൾ പൂജാരിമാരെ, ഭയപ്പെടേണ്ട, ആനന്ദ ആഴ്വാരെ ഇവിടെ കൊണ്ടുവരൂ എന്ന് അശരീരി കേട്ടു. അങ്ങനെ ആനന്ദ ആഴ്വാർ ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ ശ്രീ വെങ്കടേശ്വരന്റെ താടിയിൽ നിന്ന് രക്തം വരുന്നത് കണ്ട് തനിക്ക് സഹായം ചെയ്യാൻ വന്ന ബാലൻ ശ്രീ വെങ്കടേശ്വരൻ തന്നെയായിരുന്നുവെന്ന് മനസ്സിലാക്കി. ഇതുമൂലം അദ്ദേഹം വളരെയധികം ദുഃഖിച്ച് മനസ്സുനൊന്ത് അവിടെയുണ്ടായിരുന്ന പച്ച കർപ്പൂരം എടുത്ത് ശ്രീ വെങ്കടേശ്വരന്റെ താടിയിൽ വെച്ചു. ഉടനെ ശ്രീ വെങ്കടേശ്വരന്റെ താടിയിൽ നിന്ന് ഒഴുകിയ രക്തം നിന്നുപോയി. അതിനാലാണ് ഇന്നും തിരുപ്പതി ശ്രീ വെങ്കടേശ്വരന്റെ താടിയിൽ പച്ച കർപ്പൂരം ചാർത്തപ്പെടുന്നത്. ആനന്ദ ആഴ്വാർ ഉപയോഗിച്ച ശ്രീ വെങ്കടേശ്വരന്റെ താടിയിലുണ്ടാക്കിയ മുറിവിന് കാരണമായ ആ ഇരുമ്പുപടി ഇന്നും നമുക്ക് കാണാൻ കഴിയും. ഇത് ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിന്റെ വലതുവശത്തെ ചുമരിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആനന്ദ ആഴ്വാർ നിർമ്മിച്ച പൂന്തോട്ടം